CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിലും വലിയ വിമർശനം ഉയരുകയാണ്. യഥാർത്ഥത്തിൽ ഈ വിമർശനങ്ങളുടെ ഒരു കാതൽ എന്ന് പറയുന്നത് CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള കനത്ത പരാജയത്തിന് ഉത്തരവാദി ആരാണ് എന്നത് ചൊല്ലിയാണ്. അതിൽ പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഷയും ശൈലിയും പ്രയോഗവും ഇടപെടലും ഒക്കെയുള്ള കാര്യങ്ങളിൽ വലിയൊരു പിണറായി വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അതാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്നുമുള്ള വിലയിരുത്തലുകളിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായ ഒരു വിമർശനം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഈ സെക്രട്ടേറിയറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ തയ്യാറാക്കി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യാവലി ചില നിഗമനങ്ങളൊക്കെ വന്നിരുന്നു. അതിനോടൊക്കെ ഈ അംഗങ്ങൾ വിയോജിക്കുകയാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ ഭരണ ശൈലിയും അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ വല്ലാതെ ഈ ഗവൺമെന്റിൽ നിന്ന് അകറ്റി പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 6 ജില്ലകളിൽ ഒറ്റ സീറ്റ് പോലും ഇടതുമുന്നണിക്ക് CPM-ന് കിട്ടാതെ പോയത് എന്നുള്ള വിമർശനം അംഗങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, ഇതിനോട് ചേർത്ത് വെച്ചാണ് ഇത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങിയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടത് ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ എന്നൊരു അഭിപ്രായം കൂടി അംഗങ്ങൾക്കിടയിൽ ശക്തമാകുന്നത്. അതിന് ഇപ്പോൾ നേതാക്കൾ പലതരത്തിൽ അതിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള അവരുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ പാർട്ടിയുടെ അടിത്തട്ടിൽ ഇപ്പോൾ ഈ പരാജയം ഉണ്ടായതിനു ശേഷം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി എല്ലാവർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാം, എല്ലാ കാര്യങ്ങളിലും വിമർശനങ്ങൾ തുറന്നു പറയാനൊക്കെയുള്ള അവസരം ഇനി പാർട്ടിയിൽ ഉണ്ടാകുമെന്നാണ്. MA ബേബി CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് SKN താങ്കൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നാണ്. ഏതായാലും അത് അണികൾ കേട്ടിട്ടുണ്ട്. നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതിൽ ഏറ്റവും വലിയ വിമർശനം ഏറ്റുവാങ്ങുന്നത് മുൻ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശൈലിയും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ മനോഭാവവും ഈ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനങ്ങളും തീർപ്പുകളും ഒക്കെ വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വീണ്ടും പിണറായി വിജയൻ വരുന്നു എന്ന തീരുമാനം വന്നിരിക്കുന്നത്. ആ തീരുമാനത്തോടുള്ള അംഗങ്ങളുടെ വിയോജിപ്പും എതിർപ്പും കൂടി വളരെ പരസ്യമായി പുറത്തേക്ക് വരികയാണ്.